നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 മാസത്തിനിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏജൻസികൾ ഏകദേശം 1.95 ലക്ഷം നിർദ്ദേശങ്ങൾ നൽകിയതായി റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ച സഹയോഗ് പോർട്ടൽ വഴിയാണ് സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ കൈമാറിയത്. ശരാശരി ദിവസത്തിൽ 1275 നിർദ്ദേശങ്ങൾ എന്ന തോതിലാണ് സർക്കാർ ഏജൻസികൾ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതായത് ഏകദേശം ഓരോ 68 സെക്കൻഡിലും ഒരു നിർദ്ദേശം വീതം നൽകിയെന്നാണ് കണക്ക്. സർക്കാർ നിർദ്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിച്ചത് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റാഗ്രാമിനാണ്. ഏകദേശം 1 ലക്ഷം പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ ഇൻസ്റ്റാഗ്രാം പ്രധാന ആശയവിനിമയമായ പ്രചാരണ വേദിയായതും ഇതിന് കാരണമായതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഫേസ്ബുക്കിൽ നിന്ന് ഏകദേശം 80,000 പോസ്റ്റുകളും യൂട്യൂബിൽ നിന്ന് 15,000-ഓളം പോസ്റ്റുകളും നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജന്തർ മന്ദറിൽ നടന്ന CJP സമരത്തിനിടെയാണ് സർക്കാർ നിർദ്ദേശങ്ങളുടെ എണ്ണം ഗണ്യമായി ഉയർന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവര സാങ്കേതിക നിയമത്തിലെ സെക്ഷൻ 79B പ്രകാരമാണ് സഹയോഗ് പോർട്ടൽ വഴി സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് പുറമെ സംസ്ഥാന സർക്കാർ ഏജൻസികൾക്കും ഈ സംവിധാനത്തിലൂടെ സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങൾക്കെതിരെ പരാതി നൽകാനും നടപടികൾ ആവശ്യപ്പെടാനും കഴിയും. സർക്കാർ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനെ തുടർന്ന് മെറ്റയുടെ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്ക നിയന്ത്രണവും സർക്കാർ ഏജൻസികളുടെ ഇടപെടലും സംബന്ധിച്ച പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ.